ഖത്തറിൽ നടക്കുന്ന മീഡിയ വൺ ഗിഫ് സൂപ്പർ കപ്പിന്റെ സെമി ഫൈനൽ ചിത്രം തെളിഞ്ഞു. നിലവിലെ ചാമ്പ്യന്മാരായ TJSV തൃശൂർ യുണൈറ്റഡ് എറണാകുളത്തെയും KMCC മലപ്പുറം KMCC കോഴിക്കോടിനെയും നേരിടും. ഫൈസൽ ഹംസ ചേരുകയാണ്. സിറ്റി എക്സ്ചേഞ്ച് വെസ്റ്റേൺ യൂണിയൻ ട്രോഫിക്ക് വേണ്ടിയുള്ള മീഡിയ വൺ ഗിഫ് സൂപ്പർ കപ്പ് അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് അടുക്കുകയാണ്. ഏറ്റവും ആവേശകരമായ 3 പോരാട്ടങ്ങൾ മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. അപ്പോൾ സെമി ഫൈനൽ ലൈനപ്പ് ആയിരിക്കുന്നു. എന്തായാലും നിലവിലെ ചാമ്പ്യന്മാരായ TJSV ഇത്തവണയും സെമിയിലെത്തിയിരിക്കുന്നു. എറണാകുളം എതിരാളികളായി വരുന്നു. ഒപ്പം തന്നെ 2 KMCC ടീമുകൾ, അതായത് മലപ്പുറവും കോഴിക്കോടും KMCC ടീമുകൾ സെമി കളിക്കുന്നു. എങ്ങനെയാണ് അത്തവണത്തെ ഒരു ഇതുവരെയുള്ള പോരാട്ടങ്ങൾ എങ്ങനെ വിലയിരുത്തുന്നത്? ഇത്തവണ നമ്മൾ ക്വാർട്ടർ ഫൈനലിലൂടെ ഇന്നത്തെ മത്സരത്തോടു കൂടി കഴിയുമ്പോൾ സെമി ഫൈനലിൻ്റെ ചിത്രം വ്യക്തമായിരിക്കുകയാണ്. ആദ്യ ക്വാർട്ടർ ഫൈനലിൽ TJSV ഏകപക്ഷീയമായ 2 ഗോളുകൾക്കാണ് അനക്സ് പാലക്കാടിനെ തോൽപ്പിച്ചത്. രണ്ടാമത്തെ ക്വാർട്ടർ ഫൈനലിൽ മലപ്പുറം KMCC കോഴിക്കോടിന് ഏകപക്ഷീയമായ 3 ഗോളുകൾക്ക് കീഴടക്കി. KMCC കോഴിക്കോട് FOT തൃശ്ശൂരിന് ഏകപക്ഷീയമായ 2 ഗോളുകൾക്ക് കീഴടക്കി. ഇപ്പോൾ സമാപിച്ചിട്ടുള്ള ഈ ഒരു മത്സരത്തിൽ എറണാകുളം യുണൈറ്റഡ് എറണാകുളം കാസർഗോഡിന് 2 ഗോളിന് മുന്നിട്ട് നിൽക്കുകയാണ്. ഏതായാലും TJSV നിലവിലെ ചാമ്പ്യന്മാർ എന്നുള്ള ഒരു മേൽക്കോയ്മ അവർക്കുണ്ട്. പക്ഷേ എറണാകുളം ഒരു ശക്തമായ തിരിച്ചുവരവ് നടത്തിയ ഒരു ടീം എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു ടീമാണ് ഇത്തവണ, അല്ലേ? ഇപ്രാവശ്യം ആര് ജയിക്കും എന്നുള്ളത് മുൻകൂട്ടി പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം എല്ലാ ടീമും സെമി ഫൈനലിലേക്ക് ക്വാളിഫൈ ചെയ്തില്ല, ഒന്നിനോടൊന്ന് മെച്ചമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫുട്ബോൾ പ്രേമികൾ ആവേശത്തോടുകൂടെ കാത്തിരിക്കുകയാണ്. കാരണം അവരുടെ റിസൾട്ട് ഗ്രൗണ്ടിൽ നിന്ന് മാത്രമാണ് അവർക്ക് കാണാൻ പറ്റുള്ളൂ. എന്തായാലും ഇനിയുള്ള 3 മത്സരങ്ങൾ ജീവൻ മരണ പോരാട്ടങ്ങളായിരിക്കും എന്നുള്ളതിൽ സംശയമില്ല. കാരണം ആരെ തോൽപ്പിക്കും എന്നുള്ളത്, കാരണം കഴിഞ്ഞ ക്വാർട്ടർ ഫൈനൽ മുതലുള്ള മത്സരങ്ങൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് എഴുതി തള്ളാൻ ആരെയും പറ്റില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് മലപ്പുറത്തെ ഇത്തവണ, അല്ലേ? ഇത് തുടക്കത്തിൽ നിന്ന് പറഞ്ഞ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഓരോ കളിയുടെ കഴിഞ്ഞ 29 തുടങ്ങിയ സമയത്തൊട്ട് കളിയുടെ നിലവാരങ്ങളൊക്കെ എത്രയോ ഉയർന്നു പോയിരിക്കുന്നു. അതിന് ഒരു പോസിബിലിറ്റീസ് ഞാൻ എല്ലാവർക്കും ഗ്രൗണ്ടിൻ്റെ ഫെസിലിറ്റിയൊക്കെ കിട്ടുമ്പോൾ ഒരുപാട് പ്രാക്ടീസ് ചെയ്യാനും, കാരണം നമ്മളെ കുട്ടികൾക്ക് അറിയാമല്ലോ, പലരും നാട്ടിൽ നിന്ന് വന്നവരുണ്ടാവും, വിസിറ്റിംഗ് വന്നവരുണ്ടാവും, ഇവിടെ ഉള്ളവരുണ്ടാവും. പക്ഷേ അവർക്ക് ഒരുമിച്ച് കളിക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല. ഇവിടെ വന്നപ്പോൾ ഈ കളി തുടങ്ങിയതോടുകൂടി പല വെന്യൂകളും കളിച്ച് പരിചയമായി ഒരുപാട് സ്റ്റാമിന ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ശരിക്കും ചില സ്ഥാപനങ്ങളൊക്കെ ലീവ് കൊടുത്തിരിക്കുകയാണ് കുട്ടികൾക്ക് ഒന്ന് കളിച്ച് വരട്ടെ എന്നുള്ളത്. അത്രക്കും പ്രോത്സാഹനമാണ് കമ്പനി ഇതിന് പിന്നിൽ നിൽക്കുന്ന സ്പോൺസേഴ്സ് ആയാലും മറ്റുമല്ല. അപ്പോൾ ഈ ഒരുമിച്ച് കളിക്കുന്നതിന് പേര് അത് ക്വാളിറ്റി എന്താണെന്നുള്ളത് കാരണം ശരിക്കും മനസ്സിലാകുന്നുണ്ട്. പണ്ട് കളിച്ച വരിയല്ല ഇപ്പോൾ എറണാകുളം കളിച്ചുകൊണ്ടിരിക്കുന്ന ഏകദേശം 40-52 പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് 2 ഗോൾ അടിച്ചു കഴിഞ്ഞു ഏകപക്ഷീയമാണ്. ഇപ്പോഴത്തെ ക്വാളിറ്റി നോക്കിയാൽ അന്ന് ഉള്ള സിറ്റുവേഷനല്ല ഇന്ന് എന്നുള്ളത് വളരെ നല്ലൊരു നമുക്ക് കാണാൻ സാധിക്കും. കളിയിൽ തന്നെ നിലവാരങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരിക്കലും സെമി ഫൈനലിൽ ഇപ്പോൾ എന്ത് സംഭവിക്കുന്നതിന് ആർക്കും പറയാൻ പറ്റില്ല. അത്രയും നല്ല ടീമുകളാണ് മത്സരം. സെമി ഫൈനലിൽ ഇപ്പോൾ KMCC ഒരേ ഒരു കുടക്കയിൽ വരുന്ന ഒരു സംഘടനയാണെങ്കിൽ കൂടി കളി എന്ന് വരുമ്പോൾ അവിടെ ഒന്നുമില്ല. അവിടെ സംബന്ധിച്ചിടത്തോളം മലപ്പുറമാണ് അവർക്ക്. കാരണം ജില്ലയുടെ സൗഹൃദം ഊട്ടി വളർത്താൻ വേണ്ടിയിട്ടാണല്ലോ കിഫ് എന്ന് പറയുന്ന സംഭവം വന്നത്. ആ സ്നേഹം എന്നും നിലനിന്നുകൊണ്ട് ഇപ്പോൾ പിരിയുമ്പോൾ ഇപ്പോൾ നേരത്തെ നേരം കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞ് നമ്മളെ വെള്ളിയാഴ്ച നമ്മൾ മത്സരമാണ്, ഇതൊക്കെ ഒന്നും വിചാരിക്കരുത്, നിങ്ങൾ എല്ലാവരോടും പറയണം. എല്ലാവരും തമ്മിലുള്ള ഒരു മത്സരം കൂടി ആയിരിക്കും തീർച്ചയായിട്ടും. വെള്ളിയാഴ്ച അങ്ങനെയാണല്ലോ. അതുകൊണ്ടാണ് പറയുന്നത്. ഇപ്പോൾ തൃശ്ശൂർ എറണാകുളത്തിൻ്റെ മത്സരം കാണുമ്പോൾ തൃശ്ശൂരിലെ രണ്ടും കൂടെ ഇപ്പോൾ നല്ല ഇപ്രാവശ്യം എന്ന് പറഞ്ഞാൽ ഖത്തർ കിഫിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഗംഭീരമായ ഒരു നല്ലൊരു സൗഹൃദമായ, അതേപോലെ സമയത്തിൽ വളരെ ടഫായ ഒരു മത്സരമായിരിക്കും. പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു മത്സരം തന്നെ ആയിരിക്കും തീർച്ചയായും. മാത്രമല്ല ഫൈനൽ എന്ന് പറയുന്നത് എല്ലാവരും ആകാംക്ഷയോട് കാത്തിരിക്കുന്ന 15-ാം തീയതി എന്ന് പറയുന്നത് ഖത്തർ സ്പോർട്സ് സ്റ്റേഡിയത്തിലാണ്. ഒരു ഫെമിലിയറായ സ്റ്റേഡിയമാണ് എല്ലാവർക്കും. എന്നാലും ഗ്രൗണ്ട് ഇതിനെക്കാട്ട് കുറച്ച് വലുതാണ്. കുറച്ചുകൂടി കുട്ടികൾ കളിക്കാൻ നല്ല കൂടുതൽ ഇത് കിട്ടും തീർച്ചയായും. എല്ലാം എവറിത്തിങ് ഗോസ് വെൽ. കൂടുതൽ സൗകര്യത്തോടു കൂടി നമ്മൾ ഖത്തർ ഗവൺമെൻറ്റും ഖത്തർ ഫുട്ബോൾ അസോസിയേഷനും മിനിസ്ട്രി ഓഫ് സ്പോർട്സ് ആൻഡ് കൾച്ചറും എല്ലാവരും വളരെ നല്ല രീതിയിൽ സഹായിച്ചതിന് പേരിൽ ഇവിടേക്ക് എത്തി നിൽക്കാൻ സാധിച്ചു. തീർച്ചയായിട്ടും ഈ ഒരു ഉന്മേഷത്തോടു കൂടി ഈ ഒരു ഇതോടുകൂടി നമുക്ക് മുന്നോട്ട് പോകാം. തീർച്ചയായും എല്ലാം നല്ലത് വരട്ടെ എന്ന് മാത്രം പറഞ്ഞു. അത് ഇസക്ക പറഞ്ഞതുപോലെ തന്നെ കൂടുതൽ ആവേശം വരുന്നു, വലിയ സ്റ്റേഡിയത്തിലേക്ക് ഫൈനൽ വരുന്നു. ഇത്തവണ ശരിക്കും കളി കാണുമ്പോൾ നമ്മുടെ ഈ സെവൻസ് ഫുട്ബോൾ സ്റ്റേഡിയത്തിലൊക്കെ ഉണ്ടാവുന്ന ഈ ആരാധകരുടെ ആവേശം കൂടി നമുക്ക് ഗാലറിയിൽ നിന്ന് കാണാൻ പറ്റുന്നുണ്ട്. തീർച്ചയായിട്ടും. കാരണം ഇതൊരു ഇസക്ക് പറഞ്ഞ പോലെ തന്നെ ഇന്റർ ഡിസ്ട്രിക്ട് ഫുട്ബോൾ ടൂർണമെൻറ്റ് എന്ന് പറയുമ്പോൾ ഓരോ ജില്ലകളുടെ പ്രാതിനിധ്യം ഉണ്ടാവും. ആ ജില്ലാ ടീമിനെ പ്രോത്സാഹിപ്പിക്കാനും അവരെ സപ്പോർട്ട് ചെയ്യാനുമായിട്ട് ഗാലറി ഫുള്ളാണ്. ഇപ്പോൾ KMCC 2 KMCC തമ്മിൽ മത്സരിക്കുമ്പോൾ തന്നെ എനിക്ക് തോന്നുന്നത് സ്റ്റേഡിയത്തിൽ ആളുകൾ ഒരു 2 മണിക്കൂർ മുന്നെങ്കിലും വന്ന് സ്ഥലം പിടിക്കേണ്ടതായിട്ട് വരും. ഈ ഗാലറി ഈ ഒരു സ്റ്റേഡിയത്തിന് ഉൾക്കൊള്ളാൻ പറ്റുമോ? തീർച്ചയായിട്ടും. കാരണം കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ ഈ പ്രത്യേകിച്ചും KMCC മലപ്പുറം കളിക്കുമ്പോഴൊക്കെ ഇവിടെ ഗാലറി ഫുള്ളാണ്.
ഇപ്രാവശ്യത്തെ പ്രത്യേകത സെമി ഫൈനലിൽ രണ്ട് KMCC കോഴിക്കോടും KMCC മലപ്പുറവും തമ്മിലാണ്. അപ്പോൾ മുൻകൂട്ടി ഒരു 2 മണിക്കൂർ മുന്നെങ്കിലും വന്നിട്ട് സ്ഥലം പിടിച്ചാലാണ് ഗാലറിയിൽ ആരാധകർക്ക് ഇരിക്കാൻ സ്ഥലം കിട്ടുള്ളൂ. തീർച്ചയായും ആ തരത്തിലൊരു ആവേശത്തോടു കൂടിയാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നാട്ടിൽ നിന്ന് സൂപ്പർ ലീഗ് കേരളയെല്ലാം കഴിഞ്ഞു വരുന്ന വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള താരങ്ങൾ ഏറ്റുമുട്ടുന്നു എന്നുള്ളത് തന്നെയാണ് ഈ ടൂർണമെൻറ്റിൻ്റെ ഒരു പ്രത്യേകത. അത് കളിക്കളത്തിലും പ്രകടമാണ്, ഗാലറിയിലും പ്രകടമാണ്. എന്തായാലും വെറും 3 മത്സരങ്ങൾ മാത്രമാണ് സംഘാടകർ ഇപ്പോൾ കിഫിൻ്റെ ഭാരവാഹികളെല്ലാം പറഞ്ഞതുപോലെ ആരെ തോൽപ്പിക്കും എന്നുള്ളത് പ്രവചനം അസാധ്യമാണ്. എന്തായാലും നമുക്കും 13-ാം തീയതിയിലെ ഫൈനൽ വരെ കാത്തിരിക്കാം ആർക്കാവും കിരീടം എന്നുള്ളത്. എന്തായാലും സെമി ഫൈനലിൽ ശക്തമായ പോരാട്ടം നടക്കുമെന്നുറപ്പ്. ദോഹ സ്റ്റേഡിയത്തിൽ നിന്നും ഫൈസൽ ഹംസ, മീഡിയ 1.